ഞാൻ കുറച്ച് ദിവസമായി സാറിന് മെസ്സേജ് ഇടണമെന്ന് വിചാരിച്ചിരിക്കണം. ദിനി പറഞ്ഞിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്ത ആളായിരുന്നു ഞാൻ. എന്താ പറയുക, ഞാൻ ഒരു പ്രാവശ്യം ക്ലാസ് ഇതുപോലെ പകുതിയിലായപ്പോൾ സാറിനോട് പറഞ്ഞപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോഴും ക്ലാസ് മുഴുവൻ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും കുറച്ച് ദിവസത്തെ ക്ലാസ് ഞാൻ സാറിനെ കണ്ടിട്ടുള്ളൂ. 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ കണ്ട ക്ലാസ്സിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എന്താ പറയുക, ഞാൻ അത്രയും സാഡായി കരച്ചിലും പിടിച്ചിലായിട്ടായിരുന്നു ഞാൻ സാറിന് മെസ്സേജ് അയച്ചിരുന്നതും വോയിസ് ഇട്ടിരുന്നതൊക്കെ. അന്ന് സാറിനോട് ആകെ പറഞ്ഞൊരു കാര്യം ക്ലാസ് കാണാം അപ്പോൾ ഓക്കെ ആവുന്നുള്ള. പക്ഷെ അതെൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ്. എന്താ പറയുക, എനിക്കത് എക്സ്പ്രസ് ചെയ്ത് എനിക്ക് പറയാൻ അറിയണില്ല. അത്രയും ഞാൻ എൻ്റെ ലൈഫിൽ ചേഞ്ചായി. ഞാൻ ഒന്നുമല്ല എന്നുള്ള പോലത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എന്നിലേക്ക് നല്ലൊരു ജോലി ഓഫർ വന്നു, ജോയിൻ ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒരുപാട് നല്ല സാലറി എനിക്ക് കിട്ടുന്നുണ്ട്. ജോലിയാണെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്താണ്, നടന്നു പോയാൽ മതി. അത്രയും കംഫർട്ടായിട്ട് ഇപ്പോൾ എന്താ പറയുക, ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ്, എന്താ പറയുക, ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു കണക്ഷൻ. നമ്മൾ പണ്ട് ഈ പഴയ കാര്യങ്ങൾ ആലോചിച്ച് കരച്ചിലും വീഴ്ചിലും മാത്രമായിരുന്നു. ഇപ്പം ഞാനതെല്ലാം വിട്ട് എന്താ പറയുക, ഭയങ്കര ഗ്രേസ്ഫുൾ ആണെന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ തന്നെ വന്നു. ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എന്താ പറയുക, ഞാൻ എന്നെ തന്നെ എന്താ പറയുക സ്നേഹിക്കാനാണെങ്കിലും എനിക്ക് ഇല്ലാത്തതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഞാൻ വിട്ടു. എനിക്കിപ്പോൾ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട് എന്നുള്ള ഒരു തോട്ട് വന്നു. ഇപ്പം എന്താ പറയുക, ഒരുപാട് താങ്ക് യു. അത് ദിനിയോട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ദിനിയോട് ഞാൻ പറഞ്ഞു, ദിനി വഴിയാണ് എനിക്ക് സാറിനെ പരിചയപ്പെടാൻ പറ്റിയത്. അപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെടുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ എന്താ പറയുക, ഒരു എന്താ പറയുക, നമുക്കൊരു നിമിത്തം അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പരിചയപ്പെടാനായിട്ട് ഓരോ നിയോഗം ഓരോരുത്തർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എനിക്ക് സാറിനെ പരിചയപ്പെടാനും സാറിൻ്റെ ക്ലാസ് കാണാനുള്ള നിയോഗം ദിനി വഴിയായിരുന്നു. ഒരുപാട് താങ്ക് യു. ഇനിയിപ്പോൾ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു വൈശാഖ് സാർ, താങ്ക് യു ദിനി. എന്താ പറയുക, ഒരുപാട് സന്തോഷം.